എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസാറ്റിലേക്ക് സ്വാഗതം. പുണർന്ന നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പുണർന്ന നക്ഷത്രക്കാരുടെ ജൂൺ 2026 എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ട്രാവലർ, എംപറർ എനർജി, 7 of feathers, High Priestess, Love, 5 of Crystals energy. ട്രാവലർ എനർജി ആൻഡ് ലവ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ഫേസാണ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ മാറ്റം, അതായത് നിങ്ങൾ വീട് മാറുന്ന ഒരു രീതിയിലേക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്നു. ലിറ്ററലി വീട് മാറുന്നു, ഫാമിലി ഒരുമിച്ച് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ ആവും. ആ ഒരു മാറ്റം എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് ശാരീരികമായിട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകാം. അത് ഒരുപക്ഷെ നിങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള അടുത്തിടയ്ക്ക് പ്രശ്നങ്ങൾ, ചെറിയ രീതിയിലൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഒന്ന് മൂവ് ചെയ്യാവുന്ന, ആക്റ്റീവ് ആവുക, ഒന്ന് എക്സസൈസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് അത് നിങ്ങളുടെ ശരീരം കുറച്ചുകൂടി ബെറ്റർ ആകുന്നുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് വളരെയധികം സാധ്യതകൾ നൽകുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക്. കാരണം കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു ആരോഗ്യപരമായിട്ടൊരു തൃപ്തി തോന്നുന്ന ഒരു സമയം കൂടിയിട്ടാണെന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മാസം നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്തും വളരെ നല്ല രീതിയിലാകുന്നുണ്ട്. കാരണം നിങ്ങൾ ആക്റ്റീവ് അല്ലാതിരുന്നത് കൊണ്ടുള്ള ആ ഒരു ഫീലിംഗ് ആയിരിക്കും, ഇപ്പോൾ ആക്റ്റീവ് ആവുന്നു. അതേപോലെ നിങ്ങൾ കുറച്ചുകൂടി സോഷ്യലാകുന്നുണ്ട്, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നു, സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സോഷ്യലൊക്കെ ആവുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ട്, നിങ്ങളുടെ മാനസിക ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. പിന്നെ സോഷ്യലായിട്ടുള്ള എന്തിലെങ്കിലുമൊക്കെ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സ്പോർട്സോ ആർട്സോ അതുപോലെയുള്ള നിങ്ങളുടെ പാഷൻ നിങ്ങൾ പിന്തുടരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പാഷൻ നിങ്ങൾ പിന്തുടരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേകത, ഇപ്പോൾ ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ് അതുപോലെയുള്ള സ്പോർട്സ്, ഫുട്ബോൾ അതുപോലെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ചിത്രരചന, പാട്ട്, നൃത്തം, മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ്, അതൊക്കെ തുടങ്ങുന്നുണ്ട്. ആസ് എ ഹോബി ആയിരിക്കും തുടങ്ങുന്നത്. പക്ഷേ ഇത് ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു ഉപജീവന മാർഗത്തിലേക്ക് മാറാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ലായിരിക്കും. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ ഒരു ഹോബിയായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആക്ടിങ്ങോ എഴുത്തോ അതേപോലെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നുണ്ടാവാം. അപ്പോൾ അത് തുടങ്ങുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഫൺ, അതായത് ഒരു സൈഡ് ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുക. പക്ഷേ നിങ്ങളത് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ജോലി ഉണ്ടെങ്കിൽ ജോലിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വളരെയധികം കൂടുതൽ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു സ്ഥിരമായിട്ടുള്ളൊരു വരുമാന മാർഗമാക്കി അത് നിർത്താം എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വരികയാണ്. കാരണം ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇതുപോലെ സ്ഥിര വരുമാനം ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്തയാവാം. പക്ഷെ നിങ്ങളിന്ന് വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് സ്വയം വിശ്വസിക്കാനായിട്ട് തോന്നും, അതായത് ഇതിൽ നിന്ന് വരുമാനം കിട്ടുമെന്നുള്ളത്. അങ്ങനെ നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ പ്രൊഫഷനായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഈ ഒരു മാസം പിന്നെ വിവാഹ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്, പ്രണയ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, പ്രണയം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാര്യം വിട്ടിട്ട് പ്രണയത്തിൻ്റെ പുറകെ പോകാതിരിക്കുക. പ്രണയമൊക്കെ നല്ലതാണ്, പക്ഷേ വിദ്യാഭ്യാസ കാര്യവും പ്രണയവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ലാത്തവർ താൽക്കാലികമായിട്ട് പ്രണയം നിർത്തുന്നതായിരിക്കും നല്ലത്. പരീക്ഷ, പഠനം, വിദ്യാഭ്യാസമൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ള മറ്റൊരു കാര്യം പറയാനുള്ളത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിൽ വളരെ വലിയൊരു ചലഞ്ച് ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ചലഞ്ച് വരുമ്പോൾ അത് എന്താണെന്ന് കണ്ട് ഭയന്ന്, അല്ലെങ്കിൽ മിഴിച്ച് നിൽക്കാതിരിക്കുക, ചലഞ്ചിനെ അതിജീവിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി
ആരാണ്, എന്താണ്, എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് നിങ്ങളുടെ ലൈഫ് പേർപ്പസ് മനസ്സിലാക്കുന്നു. എംപറർ എനർജി ആൻഡ് ഹൈ പ്രീസ്റ്റസ് എനർജി സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്വീൻ ഓഫ് ക്രിസ്റ്റൽസ് എനർജി സിറ്റുവേഷൻ കൂടി ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. അതായത് നിങ്ങളൊരു കംഫേർട്ട് സോണിലാണ് എന്നുള്ളത്. അപ്പോൾ ഒന്നിവിടെ പറയാനുള്ള മറ്റു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കംഫേർട്ട് സോൺ എന്ന് പറയുന്നേക്കാൾ കൂടുതൽ ഒരു ഹൈ പ്രീസ്റ്റസ് കണക്ഷനോ, അതായത് മനസ്സിനൊരു തൃപ്തിയും സമാധാനവും, മനസ്സമാധാനം, പീസ് ഓഫ് മൈൻഡ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പീസ് ഓഫ് മൈൻഡ് നിങ്ങളുടെ, അതായത് ഒരു കാംനെസ് നിങ്ങൾക്ക്, നമ്മൾ പറയില്ലേ ചില സിറ്റുവേഷൻ നമ്മൾ പെട്ടെന്ന് ദേഷ്യം വരും, ഫ്രസ്ട്രേറ്റഡ് ആവും, ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു മാനസികമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള ദേഷ്യം വാശിയൊന്നും ഇല്ലാതെ വളരെ കാമായിട്ട് എന്ത് സിറ്റുവേഷൻ വന്നാലും ചലഞ്ച് വന്നാലും വളരെ കാമായിട്ട് അതിനെ അതിജീവിക്കാനുള്ളൊരു ലെവലിലേക്ക്, ആ ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റിയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു ഫീലും നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾ മാസത്തിൽ പൊതുവെ ആത്മീയതയിലേക്ക് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ദൈവിക കാര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇത്യാദി കാര്യങ്ങളിലൊക്കെ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് പൊതുവേ കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും താല്പര്യം ആ ഒരു പ്രായത്തിൽ കാണിക്കുന്നുണ്ടാവില്ലാത്തവർ, അവരൊക്കെ എന്തുകൊണ്ടോ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നതായിട്ടുള്ളൊരു സാധ്യതയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു സമയം വളരെ നല്ലൊരു സമയം തന്നെയാണ് എന്ന് പറയാം. എന്നിരുന്നാലും ഇപ്പോൾ പറയില്ലേ നമ്മൾ കുറച്ചൊരു ഇത്തിരി അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓവർ കോൺഫിഡൻസ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ കുറയ്ക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അല്ലാത്ത പക്ഷം കരിയർ വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അതേപോലെ എംപറർ എനർജി ആൻഡ് 5 ഓഫ് ഷെൽസ് എനർജി കണക്ഷൻസ് ആണ്. ചില കാര്യങ്ങളിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അപ്പോൾ ചിലപ്പോൾ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വർക്കിംഗ് ടൈമിൽ മാറ്റം വരും, നിങ്ങളുടെ ജോലിയിൽ ഷിഫ്റ്റ് വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ അല്ലെങ്കിൽ ഒരു റീസ്ട്രക്ചറിങ് നിങ്ങളുടെ ജോലിയിൽ വരുന്നതായിട്ടുള്ള സൂചന കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു ജോലിയിൽ തുടർന്ന് പോയിട്ട് കുറേ നാളായി, ഇതുവരെ നിങ്ങൾക്ക് വലിയ പ്രൊമോഷനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, മാറണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും ഈ സിറ്റുവേഷനൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയ ജോലിക്ക് ഓൾറെഡി അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പുതിയൊരു ജോലിയിലേക്കുള്ള സാധ്യത നിങ്ങളായിട്ട് എടുത്ത് പുതിയ ജോലിയിലേക്ക് പോകാനുള്ള ചാൻസസും ഈ ഒരു മാസത്തിൽ അപ്പോൾ കാണിക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്ര വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു യാത്ര, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ യാത്ര പ്ലാൻ ചെയ്തൊരു യാത്രയല്ല, പെട്ടെന്നായിരിക്കും ഒരു യാത്രയ്ക്കുള്ളൊരു സിറ്റുവേഷൻ വരുന്നത്. അത് നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് യാത്ര പോകണമെന്ന് വിചാരിച്ചൊരിടത്തേക്കായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അത് അവിടേക്ക് പോകണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു യാത്ര വരും. അപ്പോൾ നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് ജോലി സംബന്ധമായിട്ടും ആവാം. അപ്പോൾ ജോലി സംബന്ധമായിട്ടാണെങ്കിൽ കൂടി നിങ്ങൾ പോകുന്നത് ഫാമിലിയായിട്ട് ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി എടുത്തിട്ട് ഫാമിലിയായിട്ട് പോയിട്ട് അവിടേക്കൊന്ന് കണ്ടിട്ട് വരുന്നൊരു സിറ്റുവേഷൻ ആകാം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ 7 ഓഫ് ഫെദേഴ്സ് ആൻഡ് ലവ് എനർജിയാണ്. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാർ, ഇങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണെന്ന് തന്നെ പറയാം. പലപ്പോഴും നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം ഫീൽ ചെയ്യുന്ന സമയമാണ്. ദൈവാനുഗ്രഹം വേണ്ടുവോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. അപ്പോൾ ചില സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ ദൈവാനുഗ്രഹം നിങ്ങളിലുണ്ടെന്നുള്ളൊരു ഇത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളോ അപകടങ്ങളോ ഒക്കെ വരുമ്പോൾ വലിയ രീതിയിലേക്കൊന്നും പോവാതെ ഇത് വളരെയധികം ദൈവാനുഗ്രഹമാണ്. കൂടുതൽ ഇത്തിരി കൂടി മാറിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മാസം നിങ്ങൾ പ്രത്യേകം മഹാദേവൻ ശിവനെ ആരാധിക്കുക. ശിവനെ ആരാധിക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ദൈവാനുഗ്രഹം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.